കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും സമ്പന്നർ താമസിക്കുന്ന തളങ്കര പ്രദേശം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ തെക്ക് ഭാഗത്തേക്ക് തളങ്കര കടവ് വരെ നീണ്ടുകിടക്കുന്നു. കൂടുതലായും ഗൾഫുകാരും ബിസിനസ്സുകാരും താമസിക്കുന്ന ഈ പ്രദേശത്ത് 250-ലധികം കൊട്ടാര സദൃശമായ വീടുകളുണ്ട്. റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം ഇപ്പോൾ മനോഹരമായി പുതുക്കി പണിതിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് തെക്ക് ഭാഗത്തുള്ള അങ്ങാടിയെ തെരുവത്ത് എന്ന് അറിയപ്പെടുന്നു. ഹൈദ്രോസ് ജുമാഅത്ത് പള്ളി ഇവിടെയാണുള്ളത്. ഗോൾഡൻ ബേക്കറിയും ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്കാണ്. റെയിൽവേ സ്റ്റേഷൻ എതിർവശത്ത് സ്റ്റേറ്റ്സ് കഫേ, ജെയ്ത്തൂൻ കോഫി ഷോപ്പ്, ടോസ്റ്റ ബേക്കറി, റോസ് ഗാർഡൻ റെസ്റ്റോറന്റ് എന്നിവ കാണുവാൻ പറ്റും. അതുപോലെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മലബാർ റെസ്റ്റോറന്റും റെയിൽവേ സ്റ്റേഷന്റെ നേരെ എതിർവശത്ത് സ്ഥാപിച്ചിരിക്കുന്നു. തളങ്കര പ്രദേശത്തേക്കുള്ള വഴിയിൽ 1 കിലോമീറ്റർ പിന്നിടുമ്പോൾ മാലിക് ദിനാർ പള്ളിയുടെ 1ാമത്തെ ഗേറ്റ് വെളുത്ത നിറത്തിൽ കാണുവാൻ പറ്റും. KS അബ്ദുള്ള ആശുപത്രി ഇവിടെ തന്നെയാണ്. നഴ്സിംഗ് കോളേജും ഇവിടെയുണ്ട്. ഈ പ്രദേശത്ത് മനോഹരമായ അനേകം ഫുട്പാത്തുകളും പ്ലേ ഗ്രൗണ്ടുകളുമുണ്ട്. നല്ല ചുവന്ന മണ്ണുള്ള ഈ പ്രദേശം മഴക്കാലത്ത് മോർണിംഗ് വാക്കിന് പറ്റിയ ഒരു ഏരിയയായി കണക്കാക്കപ്പെടുന്നു. ജുമാഅത്ത് പള്ളിയുടെ 2ാമത്തെ ഗേറ്റ് ചുവന്ന നിറത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പഴയ ജുമാഅത്ത് പള്ളി എല്ലാവരുടെയും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് കണ്ടുപിടിക്കുവാൻ വലിയ പ്രയാസമുണ്ട്. ഭീമാകാരമായ 2 പച്ചക്കെട്ടിടങ്ങൾ ഇരുവശത്തും കൊണ്ട് പൊതിഞ്ഞ് പഴയ ജുമാഅത്ത് പള്ളിയെ ഏറെക്കുറെ അപ്രത്യക്ഷമാക്കിയിരിക്കുന്നു. കാസർഗോഡ് ശൈലിയിലുള്ള പലഹാരങ്ങൾ ലഭിക്കുന്ന അനേകം ചെറിയ ചായക്കടകൾ ഈ പരിസരത്തുണ്ട്. ചക്ലിമുളകും മുട്ട കൊണ്ടുള്ള ചെറുമുറുവും ഉപ്പിലിട്ടതും തൈരും ഫ്ലേവേഴ്സും ഷുഗറും ചേർത്ത മുംബൈ ലസ്സിയും ഇവിടെ കിട്ടും. KS അബ്ദുള്ള ആശുപത്രിക്ക് എതിർവശത്ത് ബൈ ബൈ ചിക്ക് റെസ്റ്റോറന്റ്, ദീനാർ പാലസ്, ഹോട്ടൽ ബദർ എന്നിവ കാണുവാൻ പറ്റും. ധാരാളം ചെറിയ പള്ളികളും ഈ പരിസരത്ത് കാണുവാൻ പറ്റും. സ്കൂളുകളും മദ്രസകളും അനവധിയുണ്ട്. കൊട്ടാര സദൃശമായ വീടുകൾ ഈ പ്രദേശത്ത് നിറഞ്ഞിരിക്കുന്നു. കടവത്തെത്തുമ്പോൾ തീവണ്ടി കടന്നു പോകുന്നത് ക്യാമറയിൽ പകർത്തുവാൻ നല്ല സൗകര്യമുണ്ട്. വാർഫിലെത്തുമ്പോൾ ഒരു റോഡ് പോലീസ് സ്റ്റേഷൻ, പാർക്ക് എന്നിവയിലേക്കും മറ്റേ റോഡ് ഫിഷിംഗ് വാർഫിലേക്കും എത്തിച്ചേരുന്നു. ധാരാളം മത്സ്യബന്ധന തൊഴിലാളികളെ ഇവിടെ രാവിലെ കാണുവാൻ പറ്റും. മത്സ്യം കടലിൽ നിന്ന് എത്തിച്ചേർന്ന ഉടനെ വാങ്ങിക്കുവാൻ ഇവിടെ ആളുകൾ വരുന്നു. മത്സ്യം റീപാക്ക് ചെയ്യുകയും ഡെസ്പാച്ച് ചെയ്യുകയും ചെയ്യുന്നത് കാണുവാൻ പറ്റും. നീഡിൽ റോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കേള മത്സ്യം അല്ലെങ്കിൽ കോലൻ മത്സ്യം ധാരാളമായി കുട്ടകളിൽ നിറച്ചു വെച്ചത് കാണുവാൻ പറ്റി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും തളങ്കരയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. മനോഹരമായി അലങ്കരിച്ച ഉബൈദ് ബസ് സ്റ്റോപ്പ് വളരെ ശ്രദ്ധിക്കപ്പെടുന്നു. കടവത്ത് എത്തിക്കഴിഞ്ഞാൽ ബസ്സുകൾ തിരിക്കുന്നത് കാണുവാൻ പറ്റും. തൊട്ടടുത്ത് ബാങ്ങോട് കൊരക്കോട് ഭാഗത്തേക്ക് ഒരു ഫുട്പാത്തും റോഡും കടന്നു പോകുന്നുണ്ട്. 2 കിലോമീറ്റർ ദൂരം ഈ വഴിയിൽ കൂടി നടന്നാൽ ചന്ദ്രഗിരി പുഴയുടെ കരയിലുള്ള ഒരു പിക്നിക് സ്പോട്ടിൽ എത്തിച്ചേരാൻ പറ്റും. അവിടെ നിന്ന് ടൗൺ ഹാളിലേക്കും പഴയ ബസ് സ്റ്റാൻഡിലേക്കും ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. അതുപോലെ മനോഹരമായ മറ്റൊരു നടപ്പാതയാണ് മാലിക് ദിനാർ പള്ളിയുടെ പുറകുവശത്തുള്ള ദക്കീർത്ത് സ്കൂളിന്റെ മുമ്പിൽ നിന്ന് ആരംഭിച്ച് റെയിൽവേ സ്റ്റേഷൻ വരെ കടന്നു പോകുന്ന റോഡ്. റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്താണ് ഈ റോഡ് അവസാനിക്കുന്നത്. ധാരാളം മരങ്ങളുള്ള ഈ വഴി വരദരാജ വെങ്കിട്ടരമണ ക്ഷേത്രം കഴിഞ്ഞ് ക്ലോക്ക് ടവറിന്റെ അടുത്ത് റെയിൽവേ സ്റ്റേഷൻ തായലങ്ങാടി ഭാഗത്ത് അവസാനിക്കുന്നു.